ഒടുവിൽ നരേന്ദ്രമോദിയുടെ വിളി കുമ്മനം രാജശേഖരൻ കേട്ടു. തിരുവനന്തപുരം ഉറപ്പിച്ചു. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ രാജിവെച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരുന്നതിന് മുന്നോടിയായാണ് രാജിയെന്നാണ് വിവരങ്ങൾ. രാജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വീകരിച്ചു കഴിഞ്ഞു. കുമ്മനത്തെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന സംസ്ഥാനത്തെ RSS നേതൃത്വം BJPയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതോടെയാണ് ഇപ്പോൾ സീനിയർ നേതാവ് കുമ്മനം രാജശേഖരൻ മടങ്ങിവരുന്നത്. കുമ്മനം മടങ്ങിയെത്തുന്നതോടെ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ആകാംക്ഷയ്ക്ക് അവസാനമാവുകയാണ്. കുമ്മനം തന്നെ തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങണമെന്നാണ് കേരളത്തിലെ RSS ഘടകം നിലപാട് പലപ്പോഴായി പറഞ്ഞത്. അതുതന്നെ ഇപ്പോൾ ശരിയാവുകയാണ്. ഇക്കാര്യം BJP ദേശീയ നേതൃത്വത്തെ അവർ പലവട്ടം അറിയിച്ചിരുന്നു. കേരളത്തിൽ പാർട്ടിക്ക് ഏറ്റവും വിജയ സാധ്യതയുള്ള സീറ്റാണ് തിരുവനന്തപുരമെന്നും അവിടെ ഏറ്റവും സാധ്യത കുമ്മനം രാജശേഖരനുമെന്നുമാണ് RSS വിലയിരുത്തുന്നത്. ഏറെക്കുറെ BJPയുടെ ഇപ്പോഴത്തെ സാധ്യതകൾ നോക്കുമ്പോൾ അത് ശരിയുമാണ്. ശശി തരൂരിനോട് കൊമ്പുകോർക്കാൻ കുമ്മനത്തിനെ പറ്റൂ എന്ന നിലപാടിലും വിശ്വാസത്തിലുമാണ് കേരളത്തിലെ BJP പ്രവർത്തകർ. കുമ്മനം വരുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനം RSSന്റെ നിലപാട് തന്നെയായിരുന്നു. കുമ്മനത്തെ കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന ഉറച്ച നിലപാട് RSS നേതൃത്വം BJP അറിയിച്ചു. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉറപ്പിച്ചു. കുമ്മനം വന്നില്ലെങ്കിൽ പിന്നെ നേരത്തെ പരിഗണിക്കേണ്ടത് സുരേഷ് ഗോപി ആകണമെന്ന നിർദ്ദേശമൊക്കെ അറിയിച്ചിരുന്നെങ്കിലും കുമ്മനത്തിന് തന്നെയായിരുന്നു പ്രധാന സാധ്യത എപ്പോഴും കൽപ്പിച്ചിരുന്നത്. ഏതായാലും ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം മടങ്ങി വരുമ്പോൾ ഇനി മുൻപിൽ തടസ്സങ്ങളൊന്നുമില്ല. സ്വന്തം നാട്ടിലേക്ക് മടങ്ങി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും താല്പര്യവും ഒക്കെ നേരത്തെ തന്നെ BJP കേന്ദ്ര നേതൃത്വത്തെ കുമ്മനവും അറിയിച്ചിരുന്നു. ഒരാൾക്ക് മടങ്ങാൻ അവസരം നൽകിയാൽ എല്ലാവരെയും പരിഗണിക്കേണ്ടി വരുമെന്ന ആശങ്ക BJPക്ക് ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സീറ്റിലേക്ക് കണ്ണുവച്ചിരിക്കുന്ന ഒരുപിടി നേതാക്കൾ ഇപ്പോഴും BJPയിൽ ഉണ്ടെന്നുള്ള കാര്യവും മറക്കാൻ പാടില്ല. അതിനാൽ തന്നെ RSSന്റെ നിലപാട് നിർണായകമാകുമ്പോൾ കുമ്മനം രാജശേഖരൻ തന്നെ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ ഇനി ഉറപ്പിക്കാനാകും. തിരുവനന്തപുരത്ത് കുറഞ്ഞതൊന്നും BJP പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ BJP ഉറച്ച കോട്ടയായി കുമ്മനം രാജശേഖരനെ കാണുന്നു. കുമ്മനത്തെ തന്നെ ഇറക്കി തിരുവനന്തപുരത്ത് കളിക്കാൻ, ശശി തരൂരിനെ മലർത്തിയടിക്കാൻ കുമ്മനം തന്നെ വേണമെന്നുള്ള നിലപാട് ഇപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് BJP. ഏതായാലും കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നു. ആ രാജി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ തന്നെയാണ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ RSS നേതൃത്വത്തിന്റെ നിലപാടും കൂടി വിജയം കാണുന്നു ഈ സാഹചര്യത്തിൽ എന്ന് എടുത്തു പറയേണ്ടി വരും. RSSന്റെ വിശ്വസ്തനാണ് കുമ്മനം രാജശേഖരൻ. BJPക്കും പ്രിയപ്പെട്ടവൻ തന്നെയാണ്. ഈ രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് ഘടകങ്ങളും കുമ്മനത്തിന് അനുകൂലമായി വന്നപ്പോൾ ഇനി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിച്ചല്ല കുമ്മനം തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത്. ഉറപ്പിക്കാം, കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിക്കാൻ രംഗത്തുണ്ടാവും. ഇനി പോരാട്ടം കടുക്കും. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് ശശി തരൂർ UDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ, C ദിവാകരൻ തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോൾ, LDFന് വേണ്ടി ഇറങ്ങുമ്പോൾ, ഇനി കുമ്മനം രാജശേഖരൻ BJPക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുക. കൊമ്പ് കോർത്തുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലം കാണാൻ പോകുന്നത്. കുമ്മനത്തിന്റെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത്. വലിയ ആവേശത്തിലാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകർ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്തെ കുമ്മനം ചവിട്ടുമ്പോൾ, ആ മണ്ണിലെത്തുമ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും ഇനി മുന്നിലുണ്ടാവുക. രണ്ട് കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിന് BJPയും കുമ്മനവും ഇറങ്ങുമ്പോൾ ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഈ മണിക്കൂറിൽ ഉറ്റുനോക്കുന്നത്.